ദേശീയ തലത്തിൽ രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പാണ്. അതെ. ബീഹാർ തോറ്റാൽ, കോൺഗ്രസിൽ ബീഹാർ നാമാവശേഷമായാൽ, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ കാത്തിരിക്കുന്ന ഒരു വലിയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിരയുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും. അവരുടെ ആദ്യത്തെ ടാർഗറ്റ് KC വേണുഗോപാലാകാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ചില നേതാക്കൾ അടക്കം ബീഹാർ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ, കോൺഗ്രസിന് അടിപതറിയാൽ ചിലപ്പോൾ KC വേണുഗോപാലിൻ്റെ കാര്യം ബുദ്ധിമുട്ടിലാവും. ഇനി അങ്ങനെയല്ല, KC വേണുഗോപാൽ അപ്പോഴും സർവ്വശക്തനായി നിൽക്കുകയാണെന്നും ബീഹാർ ജയിച്ചെന്നും വിചാരിക്കുക. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു സീറ്റ് തിരഞ്ഞെടുക്കാനും വേണമെങ്കിൽ കേരളത്തിൽ വരാനും അദ്ദേഹം തീരുമാനിച്ചൊന്നും ഇരിക്കട്ടെ. അപ്പോഴും അടുത്തൊരു പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹം ആലപ്പുഴയിലായിരിക്കുമല്ലോ മത്സരിക്കുക. അപ്പോൾ ബാക്കിയുള്ള MP മാരോ ഒന്നൊന്നായി ചാടി വീഴും. കേരളത്തിലെ ബാക്കിയുള്ള MP മാർ KC വേണുഗോപാൽ മത്സരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മത്സരിച്ചൂടെ? ചുരുക്കി പറഞ്ഞാൽ, കേരളത്തിൽ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന ഒരു വലിയ അവസരം യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പുതിയ സ്ഥാനാരോഹണത്തോടു കൂടി ഒരു പരിധിവരെ ആ സംഘടനയെ നിർജ്ജീവമാക്കാനുള്ള സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് തലവേദനകൾ കാത്തിരിക്കുകയാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ വളരെ ബോധപൂർവമായ ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതായിരുന്നു. പകരം ഗ്രൂപ്പുകളിലേക്ക് വിട്ടുകൊടുക്കുകയും പുതിയ ഒരു ഗ്രൂപ്പിനെ അംഗീകരിക്കുകയും ചെയ്തതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇനിയുള്ള മാസങ്ങളിലെ സംഘടനയുടെ സജീവതയാണ്.